തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ തോൽക്കാനായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. പാലായിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പുളിക്കലാണ് തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. പാലാ നിയമസഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പുളിക്കനെ തോൽപ്പിക്കുക. എല്ലാവരും ജയിക്കാൻ മത്സരിക്കുമ്പോൾ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. ഇത് സന്തോഷ് പുളിക്കൽ തന്നെ തോൽപ്പിക്കണമെന്ന് സ്വന്തം ഫ്ലക്സിൽ എഴുതി വെച്ച കേരള ചരിത്രത്തിലെ തന്നെ ആദ്യ സ്ഥാനാർത്ഥി. വിവിധ തെരഞ്ഞെടുപ്പുകളിലായി ഇത് പുളിക്കന്റെ 8ാം മത്സരമാണ്. എല്ലാത്തിലും തോറ്റു. തന്നെ തോൽപ്പിച്ച നാട്ടുകാരോട് പുളിക്കൻ വീണ്ടും പറയുകയാണ്, ഒന്നുകൂടി തോൽപ്പിക്കാൻ. അത് ഞാൻ എൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതെൻ്റെ 8 തവണ ഞാൻ മത്സരിച്ചു. അപ്പോൾ ഈ 8ാമത്തെ തവണ മത്സരം ആയതുകൊണ്ട് എന്നെ എല്ലാവരും തോൽപ്പിക്കുക ചെയ്ത്. ഒരു വാർഡിൽ പോലും എന്നിലെ നന്മ കാണാനോ ആരും തയ്യാറാകാതെ, എന്നിലെ ആശയങ്ങളൊന്നും പരിഗണിക്കാതെ, ഒരു വാർഡിൽ പോലും തിരഞ്ഞെടുത്ത് എന്നെ വാർഡിലേക്കോ മറ്റും അയക്കാതെ വന്നതിൻ്റെ പ്രതിഷേധവും കൂടിയായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം എന്നാൽ പിന്നെ അങ്ങ് തോൽക്കട്ടെ, ജീവിതത്തിലും തോറ്റുപോയി, എന്നാൽ പിന്നെ ഇനി അങ്ങ് മൊത്തത്തിൽ അങ്ങ് തോക്കട്ടെ എന്ന രീതി ഞാൻ തോൽപ്പിക്കാമെന്ന് വെച്ചതാണ്. ഒരു സന്ദേശവും കൂടിയാണ്. പാലാ നഗരസഭ മുതൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വരെ പുളിക്കൻ മത്സരിച്ചു. എന്നാൽ ജനം പുളിക്കനെ തോൽപ്പിച്ചു. ഞാൻ 8 തവണയാണ് ഇപ്പം മത്സരിച്ചിട്ടുള്ളത്. 2020 ഷാജു തുരുത്തനെതിരെ RJDയുടെ റാന്തൽ വിളക്ക് ചിഹ്നം ദേശീയ ചിഹ്നമാണ്. ആ ചിഹ്നം അവതരിപ്പിച്ചുകൊണ്ട് ആണ് ആദ്യമേ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ അംഗത്തിനിറങ്ങുന്നത്. അതിനുശേഷം കെഴുതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്, 2021 പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുകൂടാതെ പുതുപ്പള്ളി ചാണ്ടിയമ്മനെതിരെ നിയമസഭാ മണ്ഡലം, പിന്നെ അതുകൂടാതെ കോട്ടയം ലോക്സഭാ മണ്ഡലം, ഇപ്പോൾ വീണ്ടും പാലായിൽ, അതുകൂടാതെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച വയനാട് പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. തോറ്റ് ഒരു നാൾ ഈ നാട്ടുകാർ തന്നെ ജയിപ്പിക്കുമെന്നാണ് പുളിക്കന്റെ പ്രതീക്ഷ. ഫ്ലക്സിൽ തോൽപ്പിക്കണമെന്ന് പറയുമ്പോഴും കാണുന്നവരോടെല്ലാം ജയിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ നമ്മുടെ പുളിക്കൻ. യുദ്ധം നടക്കുമ്പോൾ എപ്പോഴും എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കാമോ ആ തന്ത്രങ്ങളെല്ലാം പ്രയോഗിക്കും. ചിലപ്പോൾ നമ്മൾ ശത്രുവിനെ മിത്രമായി കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ യുദ്ധത്തിൽ ചിലപ്പോൾ നമ്മൾ ആ ജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രമായിട്ട് തന്നെ ഇതിനെ കരുതാവുന്നതാണ്. തന്ത്രവുമാണ് പ്രതിഷേധവുമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം തന്ത്രമാണ്. ഇത് പുളിക്കന്റെ രാജതന്ത്രം. അപ്പോൾ തന്ത്രം തോൽക്കട്ടെ, അല്ല വിജയിക്കട്ടെ. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.